വീട്ടിലൊക്കെ ഓരോരോ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്താനൊക്കെ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ റൂം, ഞങ്ങളുടെ ഈ ഹോളിൻ്റെ ഈ ഒരു ഏരിയ ഒരു ചെറിയ ചേഞ്ച് എന്ന് വരുത്തി. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് എല്ലാം കൂടെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ആണ്. ഈ ഞങ്ങളുടെ ഹോളിൽ എനിക്ക് എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണെങ്കിലും ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് എനിക്ക് പലപ്പോഴും എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റണം, എന്നൊരു ചേഞ്ച് വരുത്തണം എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളതാണ്. കാരണം ഇത് എല്ലാ ഡൈനിങ് ടേബിൾ ഇങ്ങോട്ട് ചേർന്നിരിക്കും. അപ്പോൾ ഇവിടെയൊക്കെ ഇവർ വന്ന് ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ കണക്ഷൻ വയറും ഒക്കെ അവിടെ ഇങ്ങനെ നീട്ടി വലിച്ചിട്ട് പിന്നെ അയൺ ചെയ്യുന്നതും ഈ ടേബിളിലാണ്. അപ്പം അയൺ ബോക്സിൻ്റെ വള്ളി അങ്ങനെയൊക്കെ മൊത്തത്തിലൊരു എപ്പം ഞാൻ വൃത്തിയാക്കിയിട്ടാലും അത് എത്രയും എളുപ്പത്തിൽ വൃത്തിയിലാക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിട്ട് ഈ സ്ഥലം മാറിയായിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും അത് ചേഞ്ച് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഐക്കയിൽ പോയിട്ട് ഒരു ടേബിളും 1-2 കുഞ്ഞ് സ്റ്റാൻഡും ഒക്കെ വാങ്ങിച്ച് അത് നമുക്ക് തന്നെ അസംബിൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ അതൊക്കെ ചെയ്ത് ഇത് ഈ ഒരു മേക്ക് ഓവർ ഈ ഒരു ഏരിയയ്ക്ക് വരുത്തി. അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒത്തിരി സന്തോഷമായി, നല്ലൊരു വ്യത്യാസം എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ എങ്ങനെയാണ് ഞാൻ ഈ ചേഞ്ചസ് ഒക്കെ വരുത്തിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ചേഞ്ച് വരുത്താനായിട്ട് ഞാൻ ആദ്യം ചെയ്തത് 2 പയ്യന്മാരെ വിളിച്ച് വേഗം ഈ ഒരു ഭിത്തിയിലെ മിററൊക്കെ എടുത്ത് മാറ്റി അവിടെ എല്ലാം ഒന്ന് നന്നായിട്ട് ഒന്നുകൂടെ പെയിൻ്റ് അടിച്ച് ഒന്ന് നല്ല ക്ലീൻ ആക്കി അവർ തന്നു. ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അവരത് ഫുൾ ക്ലിയർ ചെയ്തിട്ട് പോവുകയും ചെയ്തു. അതിനുശേഷം ഞാൻ ഐക്കയിൽ പോയിട്ട് എനിക്ക് ആ ഒരു സ്പേസിന് ചേരുന്ന രീതിയിൽ ഒരു ചെറിയൊരു ടേബിൾ കറക്റ്റ് കണ്ടുപിടിച്ചു. എന്നിട്ട് അതും 1-2 കുഞ്ഞ് സ്റ്റാൻഡും ഒക്കെ ആയിട്ട് ഞാൻ വാങ്ങിച്ചിട്ട് വന്നു. അപ്പം ഈ ഐക്കയുടെ സാധനങ്ങൾ അവർ ഡെലിവറി ചെയ്ത് ഫിക്സ് ചെയ്ത് തരണമെങ്കിൽ ഒരു 1.5 ആഴ്ച ഡിലേ വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരുടെ ഫിക്സിങ്ങിനൊന്നും നോക്കി നിൽക്കാതെ സാധനം എടുത്തുകൊണ്ടിങ്ങ് പോന്നു. നമുക്ക് തന്നെ നമ്മുടെ കയ്യിൽ അത്യാവശ്യം ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അതിൽ കൊടുത്തിരിക്കുന്ന ആ ബുക്ക്ലെറ്റ് നമ്മൾ 1-2 തവണ ഒന്ന് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവർ പറയുന്ന അതേ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് വേണ്ട കുറച്ച് ടൂൾസൊക്കെ നമ്മുടെ കയ്യിൽ അത്യാവശ്യമായിട്ട് വേണം. അപ്പോൾ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഇതും ഐക്കയിൽ തന്നെ മേടിച്ച ഒരു ടൂൾ സെറ്റാണ്. ഇത് ബേസിക്കായിട്ട് നമുക്ക് വീട്ടിൽ അത്യാവശ്യം വരുന്ന കുറച്ച് സ്പാനറും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ള ഒരു ചെറിയ സെറ്റ്. ഈ ഒരു സ്ക്രൂ ഡ്രൈവറൊക്കെ ആണെങ്കിൽ അതിനകത്തെ ഓരോ ഹെഡും നമുക്ക് ആവശ്യമുള്ള രീതിയിൽ മാറ്റിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പം പിന്നെ അതുപോലെ ഈ ഹാമറാണെങ്കിൽ ഒരു റബ്ബറിൻ്റെ ഒരു ക്യാപ്പ് പോലെയുണ്ട്. അപ്പോൾ ആ ഒരു ക്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ഇത് ഹാമർ യൂസ് ചെയ്യുവാണെങ്കിൽ ഈ വുഡൻ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ അടിക്കുമ്പോൾ അതിൽ പാടൊന്നും വരാതെ ഒക്കെ ഇരിക്കും. അപ്പം ഇതൊക്കെ ഒരു നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ സെറ്റാണ് ഐക്കയുടെ തന്നെ. അങ്ങനെ ഞാൻ എൻ്റെ പണി തുടങ്ങുകയാണ്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. ഞാൻ ഈ ടേബിൾ ഫുൾ സെറ്റ് ചെയ്യാൻ എനിക്കൊരു 1.5 മണിക്കൂർ എടുത്തു. എന്നാൽ ഇനി അടുത്ത് ഒന്നുകൂടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. കാരണം ആദ്യം നമുക്ക് കുറേ കൺഫ്യൂഷനുണ്ട്. ഒരിക്കലും ഒരു സ്റ്റെപ്പ് പോലും തെറ്റാതെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഒരു സ്ക്രൂ ഒക്കെ ചെയ്ത് കഴിഞ്ഞ് പിന്നെ അത് തിരിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് ഒക്കെ പോകുമല്ലോ. അപ്പോൾ അതൊക്കെ ഒത്തിരി ശ്രദ്ധിച്ച് വായിച്ച് നോക്കി വേണം ചെയ്യാനായിട്ട്. ഇവിടെ ഈ സ്ക്രൂ ഒക്കെ ടൈറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നൊരു ടൂൾ ഉണ്ടോ, അത് ചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്, ബോഷിൻ്റെ ആണ്. അപ്പോൾ ഇത് ശരിക്കും നമ്മളുടെ സമയം ഒത്തിരി നമ്മളെ ലാഭിച്ചെടുക്കും. ഓരോന്നും ഇങ്ങനെ പതുക്കെ തിരിച്ച് എടുക്കാതെ നമ്മളൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് പെട്ടെന്ന് തന്നെ ആ സ്ക്രൂ ടൈറ്റ് ആവാനും സ്ക്രൂ റിമൂവ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഇത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ ഹെഡൊക്കെ മാറ്റിയിടാൻ പറ്റും. ഇതിൻ്റെ ചാർജറും എല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ടുള്ള ഈ ഒരു ബോക്സ് സഹിതമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഈ കൊച്ചു ടൂൾസൊക്കെ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് നമുക്ക് അധികം തലവേദന ഇല്ലാതെ ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ വീട്ടിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ടേബിളിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലേക്ക് എത്തുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്തത് കറക്റ്റ് എനിക്ക് എങ്ങനെയാണ് ഗ്ലാസ് എല്ലാം ഒട്ടിക്കേണ്ടത്, ആ വുഡൻ സ്റ്റാൻഡൊക്കെ എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടതെന്നെല്ലാം കറക്റ്റ് മെഷർ ചെയ്ത് ചെറിയ പെൻസിൽ മാർക്കിംഗ് എല്ലാം കൊടുത്ത് അടയാളപ്പെടുത്തി വെച്ചു. അതുപോലെ ഞാൻ ഒരു പ്ലാന്റ് പോട്ട് വെക്കുന്ന സ്റ്റാൻഡും ഞാൻ വാങ്ങിച്ചായിരുന്നു ഐക്കയിൽ നിന്ന് തന്നെ. അപ്പോൾ അതും ഇതുപോലെ ഒന്ന് ഇൻസ്ട്രക്ഷനൊക്കെ നോക്കി അതൊക്കെ ഫിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എനിക്ക് 2 കുഞ്ഞ് അസിസ്റ്റൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എല്ലാം കൂടി ഞങ്ങളതെല്ലാം ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഡൈനിങ് ടേബിളിൻ്റെ ഒക്കെ ഏരിയ ആയതുകൊണ്ട് ആ ഒരു ലാസ്റ്റ് സപ്പറിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്. അപ്പോൾ അത് അവിടെ തന്നെ ഞാൻ വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും എനിക്ക് 2 കുഞ്ഞ് ഗസ്റ്റുകളൊക്കെ വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് ബാക്കി പണികളൊന്നും ചെയ്യാൻ സമയം കിട്ടിയില്ല. അപ്പോൾ അടുത്ത ദിവസം ഞാൻ നേരത്തെ മാർക്ക് ചെയ്ത് വെച്ചിരുന്ന ആ സ്ഥലത്ത് തന്നെ ഞാൻ ഒരു ഡ്രില്ലർ കൊണ്ട് 2 ഹോളൊക്കെ ഉണ്ടാക്കി അതിൽ നല്ല സ്ക്രൂ ഒക്കെ വെച്ച് നമ്മുടെ ആ കുഞ്ഞ് 2 ചെറിയ സ്റ്റാൻഡ് ഞാൻ വാങ്ങിച്ചിരുന്നത് ആദ്യം അവിടെ ഫിക്സ് ചെയ്ത് വെച്ചു. ഡബിൾ സൈഡഡ് സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് 4 സൈഡിലും ഓരോ പീസ് വെച്ച് ഒട്ടിച്ച്
അതും ഇതുപോലെ ഫിക്സ് ചെയ്യുവാണ്. പ്ലാൻ ചെയ്ത രീതിയിൽ തന്നെ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് തന്നെ അതിനെ ഒട്ടിച്ചു വെച്ചു. അപ്പോൾ ഏകദേശം സെറ്റിങ്സ് എല്ലാം കഴിഞ്ഞു. എല്ലാം എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചു. അപ്പോൾ ഈ ടേബിൾ നോക്കിയാൽ ഇതിൽ ഒരു ചെറിയ 2 ഡ്രോയേഴ്സ് ഉണ്ട്. ഈ 2 ഡ്രോയേഴ്സിൽ നമുക്ക് ലാപ്ടോപ്പും മൗസ് പാഡും ഒക്കെ വേണമെങ്കിൽ ഉപയോഗത്തിന് ശേഷം നമുക്ക് ഇതിനകത്ത് എടുത്തു വെക്കാം. അപ്പോൾ ഇങ്ങനെ വൃത്തികേടാവാതെ കിടന്നോളും. ഇത് മൈക്കിൽ നിന്ന് തന്നെ വാങ്ങിച്ചാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ, ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അപ്പോൾ അത് ഞാൻ അവിടെ വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ ടേബിളിന് ഇവിടെ ഒരു ഹോള് കൊടുത്തിട്ടുണ്ട്. അതായത് താഴെ നിന്നൊക്കെ വയേഴ്സ് നമുക്ക് വലിച്ചെടുക്കാനുള്ള എളുപ്പത്തിനൊരു നല്ലൊരു ഹോളുണ്ട് അവിടെ. അപ്പോൾ ആ ഹോള് ഹൈഡ് ചെയ്യാനായിട്ട് ആണ് ഞാനിവിടെ ഈ ചെടി വെച്ചിരുന്നത്. അപ്പോൾ അതിലേക്കൂടെ ഞാൻ ആ കണക്ഷൻ എടുത്തിട്ട്, ഇത് ഐക്കിയുടെ തന്നെ വേറൊരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വയേഴ്സൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഒരു എക്സ്റ്റൻഷൻ കോഡും കൊടുത്ത് നമുക്ക് ആവശ്യമുള്ള കണക്ഷൻസ് എല്ലാം അതിനകത്ത് സെറ്റ് ചെയ്ത് നമുക്കതിങ്ങനെ ഹൈഡ് ചെയ്ത് അടച്ചു വെക്കാം. അപ്പോൾ ഈ 2 പിന്നും ഈ ഒരു ഹോളിൽ കൂടെ വലിച്ചെടുത്താൽ നമുക്ക് ആവശ്യമുള്ളപ്പം ലാപ്ടോപ്പോ മൊബൈലോ ഒക്കെ ചാർജ് ചെയ്യാനായിട്ടും പറ്റും. പിന്നെ ഇത് ഫ്രഷ് തന്നെയാണ് കേട്ടോ. ഫ്രഷ് മണി പ്ലാന്റിൻ്റെ 2 തണ്ട് മുറിച്ചെടുത്ത് ഞാൻ ഇതുപോലൊരു കുപ്പിയിൽ ഇട്ട് വെച്ചു. ഇത് ഞാൻ ആദ്യം ദുബായിൽ വന്നപ്പോൾ വാങ്ങിച്ച ഒരു ഫാമിലി ട്രീ ആണ്. അപ്പോൾ അന്ന് അതിൽ ഞങ്ങൾ 2 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു സൈഡിൽ യേശോപ്പച്ചനും പിന്നെ ഞങ്ങൾ 2 പേരുടെയും പേരൻസിൻ്റെയും ഫോട്ടോ വെച്ച് അങ്ങ് സെറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്ക് സൈഡിൽ പിന്നെ വർഷങ്ങൾക്ക് ശേഷം ഓരോരോ കുഞ്ഞുങ്ങളുടെ ഫോട്ടോയൊക്കെ വെച്ച് അത് റെഡിയായി. അപ്പോൾ ഞങ്ങൾ 5 പേര് അപ്പുറത്തും 5 പേര് ഇപ്പുറത്തുമായിട്ടിരിക്കുന്നു. പിന്നെ ഇവിടെ 2 ലക്കി ബാമ്പു വെക്കാനായിട്ട് പ്രത്യേകിച്ച് ഒരു വേസും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വേഗം ഒരു ജ്യൂസ് ബോട്ടിലെടുത്ത് ഇതുപോലെ കുറച്ച് ഗ്ലൂ സ്റ്റിക്ക് കൊണ്ട് കുറച്ച് ട്വൈനും കുറച്ച് കയറും ഒക്കെ ചുറ്റി എങ്ങനെയൊക്കെയോ ഒരു വലിയ ഭംഗിയൊന്നുമില്ല, എന്നാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ അതും ചെയ്തെടുത്ത് വേഗം വെച്ചു. അങ്ങനെ എൻ്റെ ലക്കി ബാമ്പുവിനും ഒരു കുഞ്ഞ് സ്പേസ് കൊടുക്കാൻ പറ്റി. അവസാനമായിട്ട് ആ ഐക്കയിൽ നിന്ന് കൊണ്ടുവന്ന ആ ഒരു പ്ലാന്റ് സ്റ്റാൻഡും കൂടെ വെച്ചിട്ട് അതിലേക്ക് 3 ചെടികളും കൂടി എടുത്ത് വെച്ച് കഴിഞ്ഞു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് സന്തോഷമായി. ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ഒരു ചേഞ്ച് എനിക്ക് അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹോളിൻ്റെ ഫുള്ള് ലുക്ക്. അപ്പോൾ എല്ലായിടത്തും കുറച്ച് ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഭയങ്കര ചൂടുള്ള സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആയിരിക്കും ചെടികൾക്കൊന്നും അത്ര ഒരു ഉഷാറൊന്നുമില്ല. എല്ലാം ഇച്ചിരി തളർന്ന മട്ടിലാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറച്ച് നമ്മളതൊരു എഫേർട്ട് ഇട്ടാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലൊരു ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരാൻ പറ്റും അല്ലേ? നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എഴുതി അറിയിക്കണം. ഇനി ഒരു അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി.